തുറന്ന് സംസാരിക്കുന്നവരുടെ മനസ്സിൽ കള്ളമുണ്ടാവില്ല. അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വിലയുമുണ്ടാവില്ല. നഷ്ടങ്ങളെ ഓർത്ത് ജീവിക്കുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ നഷ്ടം. നല്ല ആത്മനിയന്ത്രണമുള്ള ആളുകൾ അവരെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ സമയം ചിലവിടാറില്ല. പ്രലോഭനത്തെ അതിജീവിക്കുന്നതിലും എളുപ്പം അതിനെ ഒഴിവാക്കുന്നതാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ്. മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരുമുണ്ടാവില്ല. പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ടത്. ദേഷ്യം ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവ്വം ചിന്തിക്കുക. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട്. ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട്. അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയമുണ്ട്. ഓർമ്മപ്പെടുത്തി ആരെയും കൂടെ നിർത്തേണ്ടതില്ല. നമ്മൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയാതെ തന്നെ കൂടെയുണ്ടാവും. പറഞ്ഞു തരുന്നതിന് അറിഞ്ഞു തരുന്നതിൻ്റെ ആയുസ്സോ ആത്മാർത്ഥതയോ ഉണ്ടാകണമെന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന മുൻകോപം മുൻപോട്ടുള്ള വഴികളിൽ തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ മാത്രമാണ് പരിഹാരം. മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. നാം എന്നും തനിച്ചാണ് എന്നതാണ് പരമാർത്ഥ സത്യം. സ്വന്തമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല. പക്ഷേ ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന വാക്കുകൾ നമ്മുടെ പക്കലില്ല. മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങളുണ്ടായാൽ നമ്മൾ അറിയാതെ നമ്മൾ മാറിപ്പോകും. ഒന്നുകിൽ ദേഷ്യവും വെറുപ്പുമായി പ്രതിഫലിക്കും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. നമ്മുടെ തെറ്റുകളും കുറവുകളും മറ്റൊരാൾ തിരുത്താൻ നമ്മളെ നിർബന്ധിക്കാതെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി തിരുത്താൻ ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുന്നത്. സംയമനം പാലിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അതിന് കഴിയാറില്ല എന്നതാണ് ഒരു വലിയ സത്യം. ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. സത്യസന്ധമായ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. കാരണം ഏതൊരു അത്യാവശ്യ ഘട്ടത്തിലും അവർ നമുക്കൊപ്പം ഉണ്ടാകും.